Hi students, welcome back to our English class for class 4 standard students. Okay, then in the last class we already completed the third lesson, that is solar energy. Today in this class I would like to take the grammar portion of that chapter, third chapter, solar energy. So today's topic, grammar topic, question words and question tag. Question words and question tag. Question word. നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അല്ലെ, ഒരു ചാപ്റ്റർ വരുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നു, നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ? ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ടുള്ള ഒരു വഴിയുണ്ട്. എന്താണ്? ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയല്ല, നമ്മള് ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോഴേ അറിയാം അല്ലേ എന്താണ് അതിനകത്ത് ക്വസ്റ്റ്യൻ വേർഡ്സ് കാണും. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ വേർഡ്സ്? നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത പരിചയപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ക്വസ്റ്റ്യൻ വേർഡ്സ്. എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ വേർഡ്സ് നോക്കിയേ. ഹൂ, വേർ, വെൻ, വൈ, വിച്ച്, ഹൗ. വൺസ് മോർ. ഹൂ, വേർ, വെൻ, why, which, how. These questions are known as WH questions. WH കണ്ടോ? WH വിളിക്കുന്നതിനകത്ത് ഉണ്ട്. ഹൗവിനെ അത് മാത്രം ഇല്ല എന്നേ ഉള്ളൂ. Who, who means ആര്. മലയാളം പറഞ്ഞാൽ ആര് അല്ലേ? അപ്പം who എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? അപ്പം ഈ പറയുന്നതെല്ലാം ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്, പക്ഷേ എപ്പോൾ ഉപയോഗിക്കുന്നു അതാണ് നമുക്ക് അറിയേണ്ടത്. Who is used when we want to know about a person? ഒരാളെ കുറിച്ച്. Who is that? Who is in the class? അപ്പം അങ്ങനെ ചോദിക്കുന്നത്. അപ്പം ആരാണ്? Who is used to know about a person? ഒരു പേഴ്സണെ കുറിച്ച്, ഒരാളെ കുറിച്ച് അറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് who. Clear? Then where? Where is used to know about a place or location? ഏത് സ്ഥലമാണ് അല്ലെങ്കിൽ അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ അറിയണമെങ്കിൽ വേർ, എവിടെ. ഓക്കെ, വേർ. അപ്പൊ പ്ലേസ് എന്ന് നോക്കാം. Then when is used to know about the time. കറക്റ്റ് ടൈം. when, എപ്പോൾ. അപ്പൊ ടൈം അറിയാനായിട്ടാണ്. അത് സമയം പിന്നെ എപ്പോഴാണ് എങ്ങനെയാണോ അങ്ങനെ ഉള്ളത് കാലം. അപ്പൊ ടൈം അറിയാനായിട്ടാണ് when is used to know about the time. Clear? Then why? അപ്പം എന്താണ്? ഞാൻ ഇന്ന് ക്ലാസ്സിൽ വരില്ല. why? എന്തുകൊണ്ട്? അപ്പൊ എന്താണ്? റീസൺ അറിയണം അല്ലേ? So why is used when we want to know the reason. റീസൺ അറിയണം, കാരണം അറിയണമെങ്കിൽ എന്താണ് why ഉപയോഗിക്കാം. Then which മലയാളം ഏത്. which is used to know. which is used എപ്പോഴാണ് used when a choice, ഒരു ചോയ്സ് വരിക. ഇപ്പം ടീ ഓർ കോഫി, which is your favorite. അപ്പൊ എന്താ രണ്ട് കാര്യം അവിടെ വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്താണ്? ചോയ്സ് വരുന്നുണ്ടെങ്കിൽ, ചോയ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരുന്ന സന്ദർഭങ്ങളിൽ which is. അപ്പൊ എന്താണ്? ഏത്. അതാണ് ചോയ്സ് വരുന്നുണ്ടെങ്കിൽ അതായിരിക്കും which ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഏത്. which is favorite. ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ്. അപ്പൊ ഏതാണ് എന്ന് പറയുമ്പോൾ ഫുഡ് ഒരുപാടുണ്ട്, അപ്പൊ ചോയ്സ് ആണ് അല്ലെ? അപ്പൊ അതിൽ ഏത്. which is your favorite dress, which is your favorite food, that is which. Then how എങ്ങനെ. describe a manner. how is used to describe a manner. എന്തെങ്കിലും ഒരു കാര്യം ഡിസ്ക്രൈബ് ചെയ്യുന്ന എങ്ങനെ. ഹൗ എങ്ങനെ. ഓക്കെ, ഹൗ വിൽ യു പ്രിപ്പയർ എ ഫുഡ്. എങ്ങനെ നിങ്ങൾക്കൊരു ഫുഡ് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ, അതായത് എന്ത് കാര്യമാണെങ്കിലും അത്. ഇപ്പം വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ് എന്താണ് അത്. ഹൗ ഇറ്റ് ഈസ് occur, അല്ലെങ്കിൽ എങ്ങനെ ഇത് സാധിക്കുന്നു. അപ്പൊ ഹൗ എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? ഡിസ്ക്രിപ്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്.
ഇപ്പൊ മനസ്സിലായി, ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഹൂ എന്ന് പറയുന്ന പേഴ്സൺ, ഒരാളെ കുറിച്ച് അറിയണമെങ്കിൽ ആര് എന്ന് ചോദ്യം പറഞ്ഞാൽ വേർ എവിടെ, ഒരു പ്ലേസ്. ദെൻ വെൻ ടൈം, വൈ റീസൺ പറയുന്നുണ്ടെങ്കിൽ അത് വൈ, വിച്ച് ഒരു ചോയ്സ് വരുന്നുണ്ടെങ്കിൽ അത് വിച്ച്, ഹൗ ഐ വിൽ ഡിസ്ക്രൈബ്. ക്ലിയർ ആയോ? ടേക്ക് യുവർ ടെക്സ്റ്റ്. Listen, using question word, form questions for the following answers. First one, നോക്കി അവിടെ ഒരു a bear is sitting on the chair. ഒരു ബിയർ ഒരു ചെയറിൽ ഇരിക്കുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കും? ആര് ആണ് ആ ചെയറിൽ ഇരിക്കുന്നത്? അപ്പം ആര് എന്നതിന് ഏതാണ് ക്വസ്റ്റ്യൻ വേർഡ്? ഹു ഈസ് സിറ്റിംഗ് ഓൺ ദ ചെയർ. ഹു ഈസ് സിറ്റിംഗ് ഓൺ ദ ചെയർ. എപ്പോഴും ഓർക്കുക, ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്യുക. ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്യുക. ഓക്കെ. ദെൻ ഐ ആം 9 years old. ഇത് ഇവിടെ ആൻസർ ആണ് പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യന് പ്രിപ്പയർ ചെയ്യുക. ഐ ആം 9 years old. എനിക്ക് എത്ര വയസ്സുണ്ട്? 9 years. അപ്പം എത്ര വയസ്സ് എന്താ ചോദിക്കുന്നത്? നിനക്ക് വയസ്സ് എത്രയായി അല്ലെ? ഹൗ ഓൾഡ് ആർ യു? ഹൗ ഓൾഡ് ആർ യു? ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക്. ദെൻ ഐ ആം ഈറ്റിംഗ് റൈസ്. ഞാൻ എന്ത് കഴിക്കുന്നു? റൈസ് കഴിക്കുന്നു. ഞാൻ എപ്പൊ എന്താ ചോദിക്കുന്നത്? എന്താണ് നീ കഴിക്കുന്നത്? അപ്പോഴാണ് അതിന് ഞാൻ കഴിക്കുന്നത് റൈസ് ആന്ന് പറയുന്നത് അല്ലെ? അപ്പൊ എന്നാണ് എന്ത്? വാട്ട് ഡിഡ് യു ഈറ്റ്? എന്താണ് നീ കഴിച്ചത്? ഓക്കെ. ദെൻ ഐ വിൽ ബി ഹോം ടുനൈറ്റ്. ഞാൻ ഇന്ന് രാത്രി വീട്ടിലായിരിക്കും. ഐ വിൽ ബി ഹോം ടുനൈറ്റ്. അപ്പം എവിടെയായിരിക്കും? വേർ വിൽ ബി അറ്റ് നൈറ്റ്. രാത്രിയിൽ എവിടെയായിരിക്കും? വേർ വിൽ അറ്റ് നൈറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, ഐ ആം ഗോയിങ് ടു സ്കൂൾ. ഞാൻ എവിടെ പോകുന്നു? സ്കൂളിൽ പോകുന്നു. അപ്പോൾ നീ എവിടെ പോകുന്നു എന്നാണ് ക്വസ്റ്റ്യൻ വരേണ്ടത് അല്ലെ? അപ്പൊ വേർ ആർ യു ഗോയിങ്? വേർ ആർ യു എവിടെ? വേർ ആർ യു ഗോയിങ്? ഓക്കെ, ക്ലിയർ? ക്വസ്റ്റ്യൻ മാർക്ക് വേണം അതിനുശേഷം. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞ ആ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അത് ക്വസ്റ്റ്യൻ ഫോം ആകുള്ളൂ. ഓക്കെ. ദെൻ we move to the next topic, question time. Question time. You have an extra pen. നോക്കിയേ, ഞാൻ ഇവിടെ രണ്ട് സെന്റൻസ് ചെയ്തിട്ടുണ്ട്. You have an extra pen. നിനക്ക് ഒരു എക്സ്ട്രാ പെൻ ഉണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കണ്ടോ, യു ഹാവ് ആൻ എക്സ്ട്രാ പെൻ കഴിഞ്ഞിട്ട് കോമയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ടാഗ്. ഇതിനാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ടാഗ്. ഹാവിംഗ് യു കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ട്. ഇത്രയാണ് ക്വസ്റ്റ്യൻ ടാഗിന്റെ പ്രത്യേകത. നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു കോമ ഇടുക, അതിനുശേഷം ക്വസ്റ്റ്യൻ ടാഗ് ഇടുക, ദെൻ ക്വസ്റ്റ്യൻ മാർക്ക്. ക്ലിയർ? അപ്പൊ യു ഹാവ് ആൻ എക്സ്ട്രാ പെൻ. നിന്റെ കയ്യില് ഒരു എക്സ്ട്രാ പെൻ ഉണ്ട്. അപ്പൊ അതിന് നമ്മളിപ്പോ മലയാളത്തിൽ പറയുന്നത് എന്താണ്? നിന്റെ കയ്യിൽ ഒരു എക്സ്ട്രാ പെൻ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിക്കും. ആ ഇല്ലേ എന്ന് ചോദിക്കുന്ന അതാണ് എന്ത് വരുന്നത്? ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ നോക്കിയേ, ഹാവിംഗ് യു. ദെൻ അടുത്ത നോക്കിയേ, ഷീ ഈസ് നോട്ട് ടേക്കിംഗ് പാർട്ട് ഇൻ ദ കോൺടെസ്റ്റ്. അവള് കോൺടെസ്റ്റിൽ പങ്കെടുക്കുന്നില്ല. അതിന്റെ എന്താ ചോദിച്ചത്? ഈസ് ഷീ. അപ്പൊ എന്താണ്? ഷീ ഈസ് നോട്ട് ടേക്കിംഗ് പാർട്ട്. അവള് കോൺടെസ്റ്റിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. അപ്പൊ എന്താണ് പറഞ്ഞത്? ഈസ് ഷീ. അപ്പൊ എന്താണ്? ഇല്ലേ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ നോക്കി, ഇവിടെ യു ഹാവ് ആൻ എക്സ്ട്രാ പെൻ. ഇവിടെ നോട്ടുണ്ടോ? സ്റ്റേറ്റ്മെന്റിനകത്ത് നോട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലിയർ? ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. When we change a statement into a question, when we change a statement into a question, we add what is called a question tag. അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സും ഓർക്കുക. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് like the first one are followed by a negative question tag. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് വരുന്നത് എന്തായിരിക്കും?
നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. Then negative statements ആണെങ്കിൽ negative statements like the second one. ഈ second sentence നോക്കി negative statements ആണ്. Negative statements like the second one are followed by the positive question tag. Okay, ഇതുണ്ടോ? Is she? എന്താണ്? പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. ഇവിടെ ശ്രദ്ധിക്കാം. Are plus not, aren't. Is plus not, isn't. Have plus not, haven't. Can plus not, can't. Are plus not, aren't. ഇവിടെ ശ്രദ്ധിക്കാം. Are plus not, aren't. Then are plus not എന്ത് തന്നെയാണ്? Aren't ആണ് വരുന്നത്. Then was plus not, wasn't. Where plus not, were. ഇത് ബൈഹാർട്ടാക്കുക. Then ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് എങ്ങനെയാണ് ടേക്ക് യുവർ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ ആഡ് ചെയ്യാം എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, യു ആർ കമ്മിങ് വിത്ത് മീ. ലിസൺ, ഇവിടെ നിങ്ങൾ മറ്റൊന്ന് നോക്കണ്ട. യു ആർ കമ്മിങ് വിത്ത് മീ. ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? സബ്ജക്റ്റ് യു. യു ആർ കമ്മിങ് വിത്ത് മീ. നോക്കിയേ, ഇവിടെ ഓക്സിലറി വരുന്നത് ആർ ആണ് അല്ലെ? യു ആർ കമ്മിങ് വിത്ത് മീ. അപ്പൊ ആർ, ഇത്രയും പാർട്ട് മാത്രം നോക്കിയാൽ മതി. ആർ, അപ്പൊ നമ്മൾ ആർ എടുക്കുന്നു. ദെൻ ഇത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണോ? യെസ്, ഇറ്റ് ഈസ് എ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലെ? അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ വരുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും വരുന്നത്, അതായത് നോട്ട് വരും. സെന്റൻസിൽ നോട്ട് ഉണ്ട് എങ്കിൽ ടാഗില് നോട്ട് വരത്തില്ല. ദെൻ ഇതാണ്, ഇവിടെ നോട്ടില്ല, അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് വരുന്നു. അപ്പം ആറിന്റെ കൂടെ എന്ത് വരുന്നു? നോട്ട്. ആർ പ്ലസ് നോട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ആറിന്റ്. ഓക്കെ, ആറിന്റ്. ദെൻ സബ്ജക്റ്റ് ഏതാണ്? യു. അതുപോലെ തന്നെ എഴുതുക. ദെൻ ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. നെക്സ്റ്റ്, ദേ ക്യാൻ ഡാൻസ് വെൽ. ഇവിടെ ഓക്സിലറി വരുന്നത് ക്യാൻ. ഇവിടെ നോട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? ക്യാൻ പ്ലസ് നോട്ട്. ക്യാൻറ്റ്. ക്യാൻറ്റ്. സബ്ജക്റ്റ് ദേ. ക്യാൻ ദേ. അഗെയിൻ ക്വസ്റ്റ്യൻ മാർക്ക്. The dog cannot catch the cat. The dog cannot. It is a negative statement. Cannot. So, use positive question tag. Cannot. അപ്പൊ എന്താണ്? Can ഉപയോഗിക്കുക. നോട്ട് വേണ്ട. Can. The dog. The dog ആയതുകൊണ്ട് എന്താണ്? It. Can it. Understood? Uncle and aunt are not coming. കണ്ടോ, നോട്ട് വന്നു, അതുകൊണ്ട് ഇറ്റ് ഈസ് എ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. സോ അങ്കിൾ ആൻഡ് ഓണ്ട് ആർ. ഓക്സിലറി ഏതാണ്? ആർ. ക്ലിയർ? ആർ. ഇവിടെ നോട്ട് ഉള്ളത് കൊണ്ട് ആൻസറിൽ നോട്ട് വേണ്ട. ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് ഉപയോഗിക്കത്തില്ല. ആർ. അങ്കിൾ ആൻഡ് ഓണ്ട് രണ്ടുപേര് ഉണ്ട്, അതുകൊണ്ട് എന്താണ്? ദേ. ആർ ദേ. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ, ഹി ക്യാൻ ഡ്രോ. ഹി ക്യാൻ. അപ്പൊ നമ്മൾ ക്യാൻ എടുക്കുന്നു. ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത്. സോ ക്യാൻ പ്ലസ് നോട്ട്. ക്യാൻറ്റ്. ക്യാൻറ്റ്. ദെൻ സബ്ജക്ട് ഹി. ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഇതിനകത്ത് വരുന്ന ഓക്സിലറി, അതായത് ആം, ഈസ്, ആർ, വാസ്, വെയർ, ഹൗ, അങ്ങനെ വരുന്ന ഓക്സിലറീസ് ആണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഇപ്പം അതിന്റെ ശരിക്കുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് വരുന്നു. സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് കോമ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഓക്സിലറി നോട്ട് ഉപയോഗിക്കണമെങ്കിൽ നോട്ട് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ, അതിനുശേഷം സബ്ജക്ട് ഏതാണ്? അത് ആറിഞ്ച്. ആറിഞ്ച്. ഇവിടെ എന്താണ് വന്നത്? ഫസ്റ്റ് വൺ ആറിഞ്ച് യു. ആറിഞ്ച് യു. അതിനുശേഷം ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഇത്രയാണ് ഒരു ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പം
ഇന്ന് പഠിപ്പിച്ചത് ക്വസ്റ്റ്യൻ വേർഡ്സ് ക്വസ്റ്റ്യൻ ടാഗും ആണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഗ്രാമർ പോർഷൻ ആണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സ്റ്റഡി വെൽ.